കൊച്ചി കലൂരിൽ കുടിവെള്ള വിതരണം രണ്ടാം ദിവസവും പുനഃസ്ഥാപിക്കാനായില്ല. മെട്രോ നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങിയത്. ടാങ്കറിൽ വെള്ളം എത്തിച്ച് വിതരണം ഫലപ്രദമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണ പ്രവർത്തനത്തിനിടെ തകർന്ന കുടിവെള്ള പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനം ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചതാണ്. എന്നാൽ ഇതുവരെയായും അറ്റകുറ്റപ്പണി പൂർണ്ണമായിട്ടില്ല. താൽക്കാലികമായി ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും വേണ്ട രീതിയിൽ വെള്ളം എത്തുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ശാശ്വതമായ പരിഹാരമാണ് ഇതിന് ആവശ്യം. ഇനി ഇതിപ്പോൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പൈലെടുക്കും, പിന്നെയും അത് പൊട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത്തരത്തിൽ ആയിക്കഴിഞ്ഞാൽ ആളുകൾ ഇനി ക്ഷമിക്കുമെന്ന് കരുതുന്നില്ല. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പാലാരിവട്ടം കലൂർ ഭാഗത്ത് മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് ലിങ്ങിനിടെ പൈപ്പ് പൊട്ടുന്നത്. തുടർന്ന് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. കലക്ടർ ഇന്നലെ രാത്രിയോടെ കുടിവെള്ള വിതരണം ഉറപ്പാക്കിയിരുന്നെങ്കിലും ഇന്ന് രാവിലെയും പണി പൂർത്തിയായിട്ടില്ല. മുൻപും ഇതേ സാഹചര്യത്തിൽ 4 ദിവസം വെള്ളം മുടങ്ങിയിരുന്നു. 7 ദിവസമായി വെള്ളമില്ല. അപ്പോൾ ഇവിടെ അസോസിയേഷനുകൾക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് ടാങ്കർ ലോറിക്ക് അടിച്ചു കൊടുക്കുക വെള്ളം. അതൊന്നും എല്ലാവർക്കും എത്തുന്നില്ല വെള്ളം. അപ്പോൾ വളരെ ആളുകൾ ബുദ്ധിമുട്ട് കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട്. എല്ലാവർക്കും ബോർവെൽ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഈ വെള്ളമാണ് എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കലൂർ, ഇടപ്പള്ളി, പാലാരിവട്ടം, തമ്മനം, അഞ്ചുമന, പാടിവട്ടം, ചേരാനല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് പൂർണ്ണമായും വെള്ളം മുടങ്ങിയത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ജലവിതരണം സാധാരണഗതിയിലാകുമെന്ന് അധികൃതർ പറയുന്നു. മീഡിയ 1 കൊച്ചി.